കുറച്ച് പഴുത്തു പോയ പഴത്തെ നോക്കി നെറ്റി ചുളിക്കണ്ട. നമുക്കത് വെച്ചിട്ട് ഇതേപോലെ നല്ലൊരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. വൈകിട്ടത്തെ നമ്മുടെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം, കുറച്ച് പഴുത്തു പോയതാണ് കേട്ടോ, അതെടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് പീസുകളാക്കാം. ഇനി കുറച്ചുകൂടെ പഴുത്തു പോയതാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പീസാക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. എങ്ങനെയാണേലും സാരമില്ല, നമുക്കിത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ള പഴം തന്നെയാണിത്. ഇതേപോലെ നമുക്ക് 2 പഴവും ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. നമ്മുടെ പഴമെല്ലാം മുറിച്ച് സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഇളക്കുന്നതിനോടനുസരിച്ച് നമ്മൾ പതിയെ ഒന്ന് ആ ചട്ടുകം വെച്ചിട്ട് ഒന്ന് അമർത്തിയും കൂടെ കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ട് അത് ഉടഞ്ഞു വന്നോളൂ. കണ്ടോ, ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? പക്ഷെ അത് ഉടഞ്ഞാൽ മാത്രം പോരാ കേട്ടോ, നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടി തന്നെ എടുക്കണം. ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല വെന്ത് വരണം. ഇനി ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് വറുത്ത റവയാണ് ഇട്ടേക്കുന്നത്. ഇനി വറുത്ത റവ ഇല്ലയെന്നുണ്ടെങ്കിൽ സാരമൊന്നുമില്ല, നമ്മളത് ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ നേരം നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ റവ അധികം ചേർക്കുന്നില്ല. ശരിക്കും ഇത് ആ ഒരു പലഹാരം ഉണ്ടായതിന് ശേഷം അതിന് നല്ല പഴത്തിൻ്റെ തന്നെയാണ് ടേസ്റ്റ് മുമ്പിൽ. പഴത്തിൻ്റെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലൊക്കെ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ നല്ല നെയ്യുടെ നറുമണവും. നമ്മുടെ റവയും പഴം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 അല്ല 4 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ശർക്കര ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴവും റവയുടെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ആവണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തീ കൂട്ടി വയ്ക്കരുത്, തീ കൂട്ടി വെച്ചാൽ അടി പിടിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഴവും ശർക്കരയും റവയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. നമ്മൾ ഒരു 1/4 കപ്പ് റവയാണ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരു 1/2 കപ്പ് പാലൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇതേപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കണം നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ ഈ മാവൊക്കെ കുഴച്ച് വെക്കില്ലേ, അതേ ഒരു പരുവത്തിലായി വരണം ഇത്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആ പാലൊക്കെ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ റവ. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പാലും പഴവും റവയും ശർക്കരയും എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മളിതിങ്ങനെ ആ റവയൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ. റോസ്റ്റഡ് ആണെങ്കിലും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുക്കാവണം. നമ്മുടെ റവയൊക്കെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നുകൂടി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒത്തിരി വലിപ്പം കുറയ്ക്കാനും പോണ്ട, ഒത്തിരി കൂട്ടാനും പോണ്ട. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഒരു ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഓരോന്നെടുത്ത് പെറുക്കി വയ്ക്കുക. അധികം നിരത്തണ്ട, കുറച്ച് നിരത്തിയാൽ മതി. കാരണം അതിൻ്റെ അകത്ത് കിടന്ന് അതിനൊന്ന് ഉരുളാനുള്ള സ്ഥലം കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും അനക്കാൻ പാടില്ല, അല്ലാതെ തന്നെ ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും പോകത്തില്ല. നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരികയും ചെയ്യും. തീ കൂട്ടി വയ്ക്കരുത്, തീ കുറച്ച് തന്നെ വയ്ക്കണം. അധികം ഓയിലൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നമ്മുടെ സ്നാക്കാണിത്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ, എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഞാൻ നിങ്ങളെ അത് പൊട്ടിച്ച് കാണിക്കാം. അതിൻ്റെ അകമൊന്ന് നിങ്ങൾക്ക് കാണണ്ടേ? പുറത്തെ സൈഡ് കണ്ടില്ലേ, നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അകം കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക്.